ഓർക്കാൻ നീ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം പിന്നെ നിന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിൽ ചേച്ചിക്ക് സങ്കടമുണ്ട്. ഋതികയ്ക്ക് കുഞ്ഞുണ്ടായ നീ എങ്ങനെയാ അപ്പൂപ്പനാവുന്നേ? അതിന് ഋതിക നിന്റെ മകളല്ലല്ലോ. അതെല്ലാം ഞാൻ വിളിച്ച് ഏർപ്പാടാക്കി കഴിഞ്ഞു. ചുറ്റും വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു റിസോർട്ടാ. പിന്നെ എനിക്ക് ഡൽഹിയിൽ ഒരു സെൻട്രൽ മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോവാ. ഇന്ന് ഞാനിവിടെ എനിക്ക് വേണ്ടപ്പെട്ടൊരു ഗസ്റ്റിനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ വന്നില്ല. ഞാൻ വലിയൊരു കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. ഇനി ആ കാര്യം മറ്റൊരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാം. ആ, രാജുവും മോളും ടൂർ കഴിഞ്ഞ് തിരികെ വരട്ടെ. അപ്പോ ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായോ? അതിനെപ്പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഓരോ വഴിക്ക് പോവുകയാണ്. ചേച്ചിക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്. അനന്തം പിള്ള അകത്താണെങ്കിലും അയാളുടെ ഗുണ്ടകളെല്ലാം വെളിയിലുണ്ട്. അതുകൊണ്ട് ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട. അല്ല, പിന്നെ ഞാനിവിടെ താമസിക്കും. യാമിനി തിരികെ വരുന്നതുവരെ ചേച്ചിക്ക് രാജുവിന്റെ വീട്ടിൽ താമസിക്കാം. ചേച്ചിയും ഋതുമോളും ഒക്കെ കുറച്ച് അകൽച്ചയുണ്ട്. ഇനി അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ. അത് മാറ്റിയെടുത്തേ പറ്റൂ. അത് ശരിയാവില്ല പ്രതാപ. ശരിയാകണം. ശരിയായേ പറ്റൂ. മനസ്സൊന്ന് ശാന്തമാക്കണം. ദീപകിന്റെ കാര്യം മറക്കാൻ ഏറ്റവും നല്ല സ്ഥലം രാജുവിന്റെ വീടാ. ആ നല്ല മനുഷ്യരോടൊപ്പം 3-4 ദിവസം താമസിച്ച പിന്നെ ഗംഗയിലും യമുനയിലും നർമ്മദയിലും ഒന്നും പോയി മുങ്ങിനിവരുടെ ആവശ്യമില്ല. മനസ്സിലേക്ക് വെളിച്ചം അടിച്ചു കയറുന്നതിനപ്പുറം മറ്റൊരു പുണ്യവും ചേച്ചി. ഞാൻ എങ്ങോട്ടും ഇല്ല പ്രതാപ. ചേച്ചി, അതെന്റെ മകളുടെയും മരുമകന്റെയും വീടാ. എന്റെ ചേച്ചി അവിടെ പോയേ പറ്റൂ. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. നീ ഇങ്ങനെ പറഞ്ഞാ പിന്നെ എനിക്ക് എതിര് പറയാൻ പറ്റില്ല. ശരി, ഞാൻ പോകാം. പിന്നെ നിന്നെ എയർപോർട്ടിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. അതുപോരെ? ഇതിനുള്ള ഡോസ് ഞാൻ നിനക്ക് ഉടനെ തരാം. നീ ആഭ്യന്തരം ഭരിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്നാ ഞാൻ റെഡിയാവട്ടെ. ശരി മാമ. ഇവൻ എന്നോട് പകരം വീട്ടുന്നതല്ലേ? സർ, സാറേ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ഇപ്പൊ ഇങ്ങനെ ഒരു ടൂർ അറേഞ്ച് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാനിപ്പോ മിനിസ്റ്ററും അല്ല, നീ എന്റെ പിയും അല്ല. നമ്മളിപ്പോ അമ്മായി അച്ഛനും മരുമോനും മാത്രം. ഈ സാറ എന്ന വിളി മാറ്റി അച്ഛാന്ന് വിളിക്കടാ. അത് ഞാൻ വിളിച്ച് ശീലിച്ചു പോയതാ. ഇനി മാറ്റാൻ ഇത്തിരി പാടാ. പാടല്ല, ചമ്മല്. എന്നാലും മരുമകന്റെ അച്ഛാന്ന് വിളിയേക്കാൻ അമ്മായി അച്ഛനായ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? സാർ എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ വിഷയം മാറ്റിവിടുക. രാജു, ചോദിക്ക്. സാർ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. എന്താ? ഞങ്ങൾക്ക് ഇപ്പോ ഇങ്ങനൊരു ടൂർ അറേഞ്ച് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോന്ന്. അതാണോ? എന്റെ തിരക്കിനിടയില് നിങ്ങളുടെ പല കാര്യങ്ങളും മനഃപൂർവ്വം അല്ലാതെ മറന്നു പോകുന്ന ഒരു അച്ഛനാ ഞാൻ.
ഡിപ്രഷൻ കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അകപ്പെട്ടു പോയാനാ ഞാൻ. ആ എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് നിങ്ങളാ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു റെസ്റ്റൊക്കെ വേണ്ടേ, ഒരു ചേഞ്ച്. പ്രതാപൻ പറഞ്ഞത് ശരിയാ. അല്ല, നിങ്ങളിങ്ങനെ ഓർഡിനറി ബസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിക്കുന്ന പോലെ ഓടിയാ മതിയോ? നിങ്ങൾക്ക് വേണ്ട ഒരു ലൈഫ് അതല്ലേ അവൻ ചോദിക്കുന്നേ. ചെറുപ്പക്കാരല്ലേ, വല്ലപ്പോഴും ഒക്കെ അടിച്ചുപൊളിച്ച് ജീവിക്ക്. കാട്ടിലോ മേട്ടിലോ ഒക്കെ ഒന്ന് പോയി കറങ്ങ്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതൊന്നുമല്ല. എനിക്ക് വയസ്സായി, ഒരു അപ്പൂപ്പനാവാനുള്ള ആഗ്രഹമൊക്കെ എനിക്കും ഇല്ലടാ. ആ മേളിൽ കിടക്കുന്ന തൊട്ടിൽ ഇങ്ങനെ വെറുതെ കിടന്നാ മതിയോ? ഈ ഒരു കാര്യം ചോദിക്കാൻ വന്നവരെ സാറ് വെറുതെ നാണം കെടുത്തി വിടുക. ഈ തക്കത്തിൽ ഇവന്റെ ചങ്കിനിട്ടൊരു കൊട്ടു കൊടുക്കാം. മാത്രമല്ല, ഈ അച്ഛൻ മകൾ പുന്നാരം റൂട്ട് തിരിച്ചു വിടണം. മോനെ പ്രതാപ, എന്താ ചേച്ചി? അല്ല, ഓർക്കാൻ നീ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം പിന്നെ നിന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിൽ ചേച്ചിക്ക് സങ്കടമുണ്ട്. ഋതികയ്ക്ക് കുഞ്ഞുണ്ടായ നീ എങ്ങനെയാ അപ്പൂപ്പനാവുന്നേ? അതിന് ഋതിക നിന്റെ മകളല്ലല്ലോ, ഋതിക വളർത്തു മകളല്ലേ. നീ അപ്പൂപ്പനാവണമെങ്കിലേ നിന്റെ ഭാര്യയിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കണം. അതിന് ഇനിയും അവസരമുണ്ട്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? എടാ, നിനക്കതിന് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പ്രതാപ. കുഞ്ഞ് വേണ്ട, അത് വിട്ടേക്ക്. പക്ഷേ നിനക്കൊരു കല്യാണം കഴിച്ചൂടെ? ചേച്ചിക്ക് വേറെ ഒന്നും സംസാരിക്കണില്ലേ? മോനെ, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാ. നീ ഒന്ന് മൂളിയാ മതി, പെണ്ണിനെ ഞാൻ കണ്ടെത്താം. ഒന്ന് ആലോചിച്ച് നോക്ക്. മനസ്സിനകത്ത് വെറുതെ വേഷം കലക്കി.